എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മോളിവുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. OTTയിൽ പുതിയതായി റിലീസായതും റിലീസാവാൻ പോകുന്നതുമായ മൂവികളെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിന് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഫസ്റ്റ് ഒരു മലയാളം മൂവിയാണ് അക്കുവിൻ്റെ പടച്ചോൻ. മുരുകൻ മേലേരി രചനയും സംവിധാനം നിർവഹിച്ച് പ്രകൃതി സംരക്ഷണം, മതസൗഹാർദ്ദം എന്നീ ഗൗരവമേറിയ വിഷയങ്ങളെ ആസ്പദമാക്കി നിർമ്മിച്ച ഒരു കുടുംബ ചിത്രമാണ് അക്കുവിൻ്റെ പടച്ചോൻ. ഇതിൽ മാസ്റ്റർ വിനായക്, മാമുക്കോയ, ശിവജി ഗുരുവായൂർ, വിനോദ് കോവർ എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നത്. മനോരമ മാക്സ് ആണ് ഈ മൂവിയുടെ കമ്മിങ് സൂൺ പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുന്നത്. അടുത്ത ആഴ്ച റിലീസ് ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തതൊരു മലയാളം മൂവിയാണ് കനവ് കഥകൾ. ഈ മൂവിയുടെ കമ്മിങ് സൂൺ പോസ്റ്റർ മനോരമ മാക്സ് ആണ് പുറത്തുവിട്ടിരിക്കുന്നത്. മെയ് മാസം 15 OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തതൊരു തെലുങ്ക് മൂവിയാണ് പാപം പ്രതാപ്. തിരുവീർ, പായൽ രാധാകൃഷ്ണ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ഒരു കോമഡി ഡ്രാമ മൂവിയാണ് പാപം പ്രതാപ്. വിവാഹശേഷം പ്രതാപ് എന്ന യുവാവ് നേരിടുന്ന വിചിത്രമായ ഒരു പ്രശ്നത്തെ ചുറ്റിപ്പറ്റിയാണ് ഈ സിനിമ നീങ്ങുന്നത്. ETV വിന്നാണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. മെയ് 7 മുതൽ, അതായത് ഇന്ന് രാത്രി 12 മണി മുതൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു തമിഴ് മൂവിയാണ് ഓ ബട്ടർഫ്ലൈ. വിജയ് രംഗനാഥൻ സംവിധാനം ചെയ്തൊരു സൈക്കോളജിക്കൽ ത്രില്ലർ മൂവിയാണ് ഓ ബട്ടർഫ്ലൈ. ഇതിൽ നിവേദിത സതീഷ്, സിബി ചന്ദ്രൻ, അതുൽ, നാസർ, ലക്ഷ്മിപ്രിയ ചന്ദ്രമൗലി എന്നിവർ ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നു. സൺനെക്സ്റ്റ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. മെയ് മാസം 8 മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. ഒരു മലയാളം മൂവിയാണ് ഭരതനാട്യം എന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗമായ മോഹിനിയാട്ടം. സൈജു ഗ്രൂപ്പ്, സുരാജ് വെഞ്ഞാറമ്മൂട്, ജഗദീഷ്, വിനയ് ഫോർട്ട്, ബേബി ജീൻ, കലാരഞ്ജിനി, ശ്രീജ രവി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി കൃഷ്ണദാസ് മുരളി അണിയിച്ചൊരുക്കിയ ഒരു ഡാർക്ക് കോമഡി ക്രൈം ത്രില്ലർ ചിത്രമാണ് മോഹിനിയാട്ടം. ഭരതൻ നായർക്ക് മറ്റൊരു ഭാര്യയും കുടുംബവും ഉണ്ടെന്ന സത്യം പുറത്തുവരുന്നതും തുടർന്നുണ്ടായ രസകരമായ സംഭവങ്ങളുമാണ് ഈ സിനിമയുടെ ഇതിവൃത്തം. സൈജു ഗ്രൂപ്പിന് 150ാമത് ചിത്രമായ ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത് സൈജു ഗ്രൂപ്പ് എന്റർടൈൻമെന്റ്സും തോമസ് തിരുവല്ല ഫിലിംസും ചേർന്നാണ്. ഈ സിനിമയുടെ ബഡ്ജറ്റ് വെറും 6 കോടി രൂപ മാത്രമാണ്. എന്നാൽ ഈ സിനിമ ടോട്ടൽ വേൾഡ് വൈഡ് ഗ്രോസ് 38 കോടി 24 ലക്ഷമാണ്. ഈ മൂവിയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സ് ആണ്. മെയ് 8 മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു തമിഴ് മൂവിയാണ് ആരാധന. മാലതി ശിവകാമിയുടെ സംവിധാനത്തിൽ പുനിത ഷൺമുഖം, ഔറോ ചക്രവർത്തി, ഷാമിനി ശ്രദ്ധ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തി 2025 ജൂലൈ 10 റിലീസ് ചെയ്തൊരു ഇൻവെസ്റ്റിഗേറ്റീവ് ഹൊറർ ത്രില്ലർ മൂവിയാണ് ആരാധന. അന്ധവിശ്വാസങ്ങളുടെയും ഭയത്തിന്റെയും പേരിൽ ഇന്നും നടന്നുവരുന്ന നരബലി പോലുള്ള ക്രൂരമായ ആചാരങ്ങളെക്കുറിച്ചാണ് ഈ ചിത്രം ചർച്ച ചെയ്യുന്നത്. ആഹ OTT പ്ലാറ്റ്ഫോമാണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. മെയ് 8 മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. ഇതൊരു ഇംഗ്ലീഷ് മൂവിയാണ് കൊയോട്ടസ്. ഒരു കുടുംബം തങ്ങളുടെ വേനൽക്കാല അവധിക്കാലം ആഘോഷിക്കാൻ ഒരു ഒറ്റപ്പെട്ട പ്രദേശത്ത് എത്തുന്നതും എന്നാൽ അപ്രതീക്ഷിതമായി ഭീകരരായ ഒരു കൂട്ടം കൊയോട്ടുകൾ എന്ന് വിളിക്കുന്ന ചെന്നായ വർഗത്തിൽപ്പെട്ട മൃഗങ്ങളുടെ ആക്രമണത്തിന് അവർ ഇരയാകുന്നതും തങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ ആ കുടുംബം നടത്തുന്ന അതിജീവന പോരാട്ടമാണ് ചിത്രത്തിന്റെ പ്രമേയം. ഒരു സർവൈവൽ ഹൊറർ ത്രില്ലർ മൂവിയാണ് കൊയോട്ടസ്. ഈ മൂവി ഇപ്പോൾ ലയൺസ്ഗേറ്റ് പ്ലേയിലൂടെ ഹിന്ദി, തമിഴ്, തെലുങ്ക്, ഇംഗ്ലീഷ് എന്നീ ഭാഷകളിൽ മെയ് 8 മുതൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു മലയാളം മൂവിയാണ് വാഴ 2. ഹാഷിർ, അലൻ, അജിൻ ജോയ്, വിനായക് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി സാവിൻ SA സംവിധാനം ചെയ്തൊരു കോമഡി ഡ്രാമ ഫിലിമാണ് വാഴ 2. അജു വർഗീസ്, വിജയ് ബാബു എന്നിവരും ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നു. വിപിൻ ദാസ് ആണ് ഈ സിനിമയുടെ തിരക്കഥയൊരുക്കിയിരിക്കുന്നത്. കേവലം 10 കോടി രൂപയിൽ നിർമ്മിച്ച ഈ ചിത്രത്തിന് ലോകമെമ്പാടുമുള്ള ബോക്സ് ഓഫീസിൽ നിന്ന് 200 കോടി രൂപയിലധികം കളക്ഷൻ നേടിയിട്ടുണ്ട്. ഇന്ത്യക്കകത്ത് ജിയോ ഹോട്ട്സ്റ്റാറും ഇന്ത്യക്ക് വെളിയിൽ സിംപ്ലി സൗത്ത് മനോരമ മാക്സുമാണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. മെയ് 8 മുതൽ മലയാളം, തമിഴ്, ഹിന്ദി, തെലുങ്ക്, കന്നഡ എന്നീ ഭാഷകളിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു ഇംഗ്ലീഷ് വെബ് സീരീസ് ആണ് നെമസിസ്. ഒരു നിഗൂഢമായ കൊലപാതകത്തെ തുടർന്നുള്ള അന്വേഷണമാണ് ഈ സീരീസിന്റെ പ്രധാന പ്രമേയം. കുറ്റാന്വേഷണവും സസ്പെൻസും നിറഞ്ഞൊരു ക്രൈം ത്രില്ലർ ഡ്രാമ സീരീസ് ആണ് നെമസിസ്. മെയ് മാസം 14 മുതൽ നെറ്റ്ഫ്ലിക്സിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. ഒരു മലയാളം വെബ് സീരീസ് ആണ് കസിൻസ് ആൻഡ് കല്യാണം. 6 കസിൻസിന്റെയും അവർക്കിടയിലുള്ള ബന്ധങ്ങളുടെയും നീളുന്ന ഒരു രസകരമായ കഥയാണിത്. കുടുംബ ബന്ധങ്ങൾക്ക് പ്രണയത്തിനുമാണ് ഈ സീരീസിൽ പ്രാധാന്യം നൽകുന്നത്. കസിൻസ് ആൻഡ് കല്യാണംസ് ഒരു റൊമാൻറ്റിക് കോമഡി ഡ്രാമയാണ്. 2026 മെയ് 22 മുതൽ ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ഈ സീരീസ് സ്ട്രീമിംഗ് ആരംഭിക്കും. ഷറഫുദ്ദീൻ, കല്യാണി പണിക്കർ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തി 2026 ഏപ്രിൽ മാസം റിലീസ് ചെയ്ത ഒരു ഫാമിലി എന്റർടൈനറാണ് മധുവിധു. ഈ മൂവി സംവിധാനം ചെയ്തിരിക്കുന്നത് വിഷ്ണു അരവിന്ദാണ്. സ്ത്രീകൾ വാഴാത്ത വീട് എന്ന നാട്ടുകാരുടെ പരിഹാസത്തിന് പാത്രമായ ആഞ്ഞിലിമുരളി തറവാട്ടിനെ ചുറ്റിപ്പറ്റിയാണ് സിനിമയുടെ പ്രമേയം. സർപ്പകോപമുള്ള ഈ തറവാട്ടിൽ സ്ത്രീകൾ അകാലത്തിൽ വിട്ടുപിരിയുമെന്നുള്ള നാട്ടുകാരുടെ അന്ധവിശ്വാസവും അപവാദവും നല്ല രസകരമായ രീതിയിലാണ് സിനിമയിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. ഈ മൂവിയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത് സോണി ലിവ് ആണ്. സിനിമ തിയേറ്ററിൽ റിലീസായതിനു ശേഷം 4 മുതൽ 6 ആഴ്ചയ്ക്ക് ശേഷമായിരിക്കും OTTയിൽ റിലീസാവുക. അങ്ങനെയാണെങ്കിൽ മെയ് മാസം ലാസ്റ്റ് വീക്കോടെ അല്ലെങ്കിൽ ജൂൺ മാസം ഫസ്റ്റ് വീക്കോടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തൊരു ഹിന്ദി വെബ് സീരീസ് ആണ് കർത്തവ്യ. സെയ്ഫ് അലി ഖാൻ പ്രധാന വേഷത്തിലെത്തുന്ന ഒരു ക്രൈം ത്രില്ലർ സീരീസ് ആണ് കർത്തവ്യ. ഷാരൂഖ് ഖാന്റെ റെഡ് ചില്ലീസ് എന്റർടൈൻമെന്റ് നിർമ്മിച്ച് പുൽകിത് സംവിധാനം ചെയ്ത ഈ സീരീസിൽ സെയ്ഫ് അലി ഖാനെ കൂടാതെ രസിക ദുഗൽ, സഞ്ജയ് മിശ്ര എന്നിവരും ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നു. ഈ സീരീസ് നെറ്റ്ഫ്ലിക്സിലൂടെ മെയ് മാസം 15 മുതൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു ഇംഗ്ലീഷ് വെബ് സീരീസ് ആണ് സ്പൈഡർ നോയർ. ഒരു സൂപ്പർ ഹീറോ സീരീസ് ആണ് സ്പൈഡർ നോയർ. സാധാരണ സ്പൈഡർമാൻ കഥകളിൽ നിന്നും വ്യത്യസ്തമായി 1930 ന്യൂയോർക്ക് നഗരത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ സീരീസിന്റെ കഥ നടക്കുന്നത്. ആമസോൺ പ്രൈം വീഡിയോസിലൂടെ ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ എന്നീ ഭാഷകളിൽ മെയ് 27 മുതൽ ഈ സീരീസ് OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു ഹിന്ദി വെബ് സീരീസ് ആണ്
സിറ്റാഡൽ. പ്രിയങ്ക ചോപ്രയും റിച്ചാർഡ് മാഡനും പ്രധാന വേഷങ്ങളെത്തുന്ന പ്രശസ്തമായൊരു സ്പൈ ത്രില്ലർ സീരീസാണ് സിറ്റാഡൽ. ആമസോൺ പ്രൈം വീഡിയോസിലൂടെ മെയ് 6 മുതൽ ഈ സീരീസ് സ്ട്രീമിംഗ് ആരംഭിക്കും. മമ്മൂട്ടിയെയും മോഹൻലാലിനും കേന്ദ്ര കഥാപാത്രമാക്കി മഹേഷ് നാരായണൻ രചനയും സംവിധാനവും ചെയ്ത് ഒരു ബിഗ് ബഡ്ജറ്റ് മൂവിയാണല്ലോ പാട്രിയോട്ട്. ഇതിൽ മമ്മൂട്ടിയെയും മോഹൻലാലിനും കൂടാതെ ഫഹദ് ഫാസിൽ, നയൻതാര, കുഞ്ചാക്കോ ബോബൻ, രേവതി എന്നിങ്ങനെ ഒരു വലിയ താരനിര തന്നെ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. ഈ മൂവിയുടെ OTT റൈറ്റ്സ് സ്വന്തമായിരിക്കുന്നത് C5ഉം സാറ്റലൈറ്റ് റൈറ്റ്സ് സ്വന്തമായിരിക്കുന്നത് C കേരളവുമാണ്. ഈ മൂവിയുടെ OTT റിലീസ് ഡേറ്റ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. എന്നിരുന്നാലും മെയ് മാസം ലാസ്റ്റ് അല്ലെങ്കിൽ ജൂൺ മാസം ഫസ്റ്റ് വീക്കോടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്.